അള്ളാഹ് തമ്മാടിയായ മനുഷ്യനെ കൊണ്ട് ദീൻ നടത്തും, പരിപാടി നടത്തും. അതുകൊണ്ടൊന്നും നമ്മൾ നന്നായി എന്ന് വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. ഫിറൗനല്ലേ മൂസാ നബി അലൈഹി സ്വലാമിന്റെ തക്കാഫുൽ ഏറ്റെടുത്തിട്ട് കാലമേറെ ഫുഡ് കൊടുത്തത്? സോ ഫിറൗൻ സ്വാലിഹാണെന്നോ അർത്ഥം? അല്ലല്ലോ, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഭക്ഷണം കൊടുത്ത ഒരാള് സ്വാലിഹായി എന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കൺഫേം ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്കറിയില്ല. നമ്മുടെ ഇൽമ് അമലിന് പറ്റണം. ഇത് അൽ ഇസ്തിദാദ് ലി യൗമിൽ മആദ് എന്ന ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹിയുടെ കിതാബിൽ ഈ ആശയം കൊണ്ടുവന്നപ്പോൾ ആ കിതാബിന് എഴുതപ്പെട്ട നസാഇഹുൽ ഇബാദ് എന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കാണാം, ഫലാ ഫായിദത ഫിൽ ഇൽമി ഇദാ ലം യുഅമൽ ബിഹി വഇന്നമാ സമറത്തുൽ ഇൽമി അൽ അമലു ബിഹി. കർമ്മങ്ങളിലില്ലാതെ ജീവിതത്തിലില്ലാതെ കുറെ ഇൽമ കേട്ടിട്ട് എന്താ വേണ്ടത്? വഇന്നമാ സമറത്തുൽ ഇൽമി അൽ അമലു ബിഹി. ഇൽമിന്റെ ഫലം, ഇൽമിന്റെ ബെനിഫിറ്റ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴല്ലേ. കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, ഉമ്മാമമാർ തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഉമ്മാമമാർ ളുഹ നിസ്കരിക്കുന്നു, ഉമ്മാമമാർ, ഉപ്പാപ്പമാർ, പ്രായമുള്ള മനുഷ്യർ, സ്വാലിഹീങ്ങൾ, മോമിനീങ്ങൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ തസ്ബീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു. നമ്മളിൽ എന്താണ് ഇല്ലാത്തത്? യഥാർത്ഥത്തിൽ പശു ഏറ്റവും കൂടുതൽ പാല് തരുന്ന കാലം അതിൻ്റെ യുവത്വ കാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ നൽകുന്നത് അതിൻ്റെ യുവത്വ കാലത്താണ്. നമ്മുടെ നാട്ടിൽ പള്ളിയിൽ സുബീക്കുള്ളത് വയസ്സായ മനുഷ്യന്മാരുമാണ്. എന്താണ് പ്രശ്നം? നേരത്തെ ഉറങ്ങിക്കൂടെ നമുക്കൊക്കെ? ഈ വയലിന് വന്നതിൻ്റെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? നേരത്തെ ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോൾ ഉറങ്ങി, ശരിക്കും പറഞ്ഞാൽ ഒരു 3:30 4 മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം മതിയാവും. പഴയ ശീലത്തിൽ ഒന്നുകൂടി ഉറങ്ങാൻ കിടന്നാൽ തന്നെ ഉറക്കം വരില്ല. കാരണം അങ്ങനെ ഉറക്കിൻ്റെ ഫീസ് അടിച്ചു പോയിട്ടുണ്ടാവും എന്നോ. കാരണം 11:30 12:30 1:30 2:30 3:30 4:30 ഇത്രയും സമയം ഉറങ്ങിയാൽ ഉറക്കം മതിയാവും. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ശീലം നോക്കി. യഥാർത്ഥത്തിൽ മഹാന്മാര് സൂഫിയാക്കൾ നമ്മളോട് പറഞ്ഞല്ലോ, തെറ്റുകുറ്റങ്ങൾ, ഹറാമിന്റെ ഭാണ്ഡം ഹൃദയത്തിലോ പിരടിയിലോ തലയിലോ ഉള്ളത് കൊണ്ടാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തത്. ഒരാൾ ഫുള്ള് ഹറാം കാണുന്ന ജീവിതമാണെന്ന് വിചാരിച്ചോ, 10 മണിക്കൂർ രാത്രി ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. മൂപ്പര് അഥവാ 3:30 എണീച്ചാൽ തന്നെ വാട്സപ്പിൽ അങ്ങനെ പോയി സുബഹി കൊടുക്കും. തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ കഴിയില്ല. അതേസമയത്ത് സ്വാലിഹായ ഒരു മനുഷ്യൻ, അയാൾ ഉറങ്ങിയ തന്നെ 3:30 അയാൾ തഹജ്ജുദിന്റെ സമയത്ത് ഉണരും. 38 കൊല്ലമായി ഞാൻ തഹജ്ജുദ് മിസ്സാക്കാതെ ജീവിക്കുന്നുണ്ട് എന്ന് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഒരിക്കൽ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞു ഓർമ്മയുണ്ട്. ഉടനെ തന്നെ ഉസ്താദ് പറഞ്ഞു, എനിക്കൊരു മഹാൻ ഇജാസത്ത് തന്നിരുന്നു ഹിക്കമ ദർസ നടത്താൻ. എന്നോട് അന്ന് ആ മഹാൻ പറഞ്ഞത് തഹജ്ജുദ് ഒഴിവാക്കാൻ പാടില്ല, ബിശർത്തി അല്ലാ തത്റുക തഹജ്ജുദ്. അന്ന് ഞാൻ അവരോട് പറഞ്ഞത്, ഉറങ്ങിയ ദിവസമൊക്കെ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും, ചില രാത്രി ഉറങ്ങാറില്ല. ഉറക്കില്ലെങ്കിൽ തഹജ്ജുദ് ഇല്ലല്ലോ. ഉടനെ തന്നെ ഉസ്താദ് ചേർത്ത് പറയുന്ന ഒരു പദമുണ്ട്, എന്താണെന്നറിയോ? എപ്പോൾ ഞാൻ ഉറങ്ങിയാലും എൻ്റെ വൈഫ് തഹജ്ജുദിന് വിളിച്ചുണർത്താറുണ്ട്. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യ. സ്വർഗത്തു നിന്ന് കിട്ടുന്ന ടേസ്റ്റ് ദുനിയാവുന്ന ഒരാൾക്ക് കിട്ടുവാണെങ്കിൽ അത് തഹജ്ജുദ് നിസ്കാരത്തിൽ കിട്ടുന്നതാണ്. അത് വല്ലാത്തൊരു തൗഫീഖാണ്. ഒരൊറ്റ ദിവസവും തഹജ്ജുദ് ഒഴിവാക്കാത്തവരാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. ഒഴിവാക്കൂല അവർ. നാളെ ആഖിറത്തിൽ ഒരു ചാണകലത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ, ചെമ്പ് ചൂടാക്കിയ ഭൂമിയിൽ പഴുത്ത് വിയർത്തൊലിച്ച് നിൽക്കുമ്പോൾ, തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മളെ കൺമുന്നിൽ നമ്മളെ മൂത്തമ്മ, മൂത്താപ്പ, ഇളയപ്പ, മൂത്താപ്പ, മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികളൊക്കെ പോകുമ്പോൾ, കൂട്ടുകാരെ, നമുക്കന്ന് യൗമയഗുല്ലുദ്ദാലിമു അന്ന് നമ്മൾ വിരലടിക്കും. നമ്മളെ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ നാളെ ആഖിറത്തിൽ തഹജ്ജുദിന്റെ ഫലത്തിൽ പോകുമ്പോൾ, കൂട്ടുകാരല്ലേ, നമ്മളല്ലേ ശരിക്കും പറഞ്ഞാൽ ചുറുചുറുക്കുള്ള ചോരത്തിളപ്പില്ല കാലം നമ്മളല്ലേ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. തഹജ്ജുദിന്റെ മഹത്വം എത്രയോ നമ്മൾ കേട്ടിട്ടില്ലേ? മഹ്ശറിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലം ആണ് മഹ്ശറിലെ ഒരു ദിവസം. ആദം നബി അലൈഹി സ്വലാം ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മൾ ഈ വയല് പറയുന്ന ദിവസം, ഈ സമയമുണ്ടല്ലോ, ഈ സമയത്തേക്ക് 10,000 കൊല്ലം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ മഹ്ശറിലെ ഒരു ദിവസത്തിന്റെ പകുതി ആയിട്ടില്ല എന്നാ പറയാൻ പോണത്. ആ മഹ്ശറിൽ ഒരു ദിവസമാണ് നമ്മൾ നിൽക്കേണ്ടത്? അല്ലല്ലോ. എത്ര കൊല്ലം നിൽക്കണം അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. അവിടെ ഒരു നിർത്തമില്ലാതെ രക്ഷപ്പെടും. എത്ര തഹജ്ജുദ് നിസ്കരിക്കുന്നവർ രക്ഷപ്പെടണം. ഈ പ്രായത്തിൽ തഹജ്ജുദ് ആരംഭിക്കണ്ടേ? നമ്മൾ ആരംഭിക്കണം. നിങ്ങളെ തൊട്ടിപ്പുറത്തല്ലേ ഏനപ്പോയ മെഡിക്കൽ കോളേജ്? മുമ്പ് അവിടെ പഠിച്ച 1-2 മെഡിക്കൽ സ്റ്റുഡൻസിനെ പരിചയം. അവർ ഒരൊറ്റ ദിവസം തഹജ്ജുദ് മിസ്സാക്കാത്തവർ.
ഞാൻ വലിയ വലിയ ആലിമീങ്ങളെയൊന്നും ഉദ്ധരിക്കാത്തത് സാധാരണക്കാരായ പ്രൊഫഷണൽസ് തന്നെ ഇത് കൊണ്ട് നടക്കുന്നവരുണ്ട്. എത്ര ചെറുപ്പക്കാർ SSFകാരെ എനിക്ക് തന്നെ പരിചയമുണ്ട്. ഒരൊറ്റ ദിവസം അവർ തഹജ്ജുദ് ഒഴിവാക്കൂല, എത്ര നേരം വൈകി ഉറങ്ങിയാലും. ഈയിടെ ഒരു സ്ഥലത്തേക്ക് ഒരു SSFകാരനെയും കൂടി കൂടെ കൂട്ടി. നമ്മൾ എത്തുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന തന്നെ 2 മണിക്കാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന തന്നെ 2 മണിക്കാണ്. ആ 2 മണിക്ക് അവിടെ എത്തി. സുബഹിന് എഴുന്നേറ്റ് ആ മോന് കിടന്ന റൂമിലേക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോയി. എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ വീടും കൂടിയാണ്. അപ്പോൾ അയാൾക്ക് വേറെ റൂം അസൈൻ ചെയ്ത് കൊടുത്തിരുന്നു. ആ റൂമിലേക്ക് പോയപ്പോൾ സുബി ജമാഅത്താക്കാം, അതുകൊണ്ട് ഓനെയും കൂടി വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോണത്. അപ്പോൾ ആ കുട്ടി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതുകയാണ്. അല്ലാഹ്, കണ്ടോ? ഇതല്ലേ SSFൻ്റെ കൂട്ടുകാരെ നമുക്കുണ്ടാവേണ്ടത്? അതല്ലേ ഏറ്റവും വലിയ ആദർശവും സുന്നത്തമാത്തും? തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ലാ തത്റുക്കി തഹജ്ജുദ്, തഹജ്ജുദ് ഒഴിവാക്കരുത് എന്ന് പഴയകാല ഉമ്മമാർ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന വസിയത്തിൽ കിതാബുകളിൽ നമുക്ക് കാണാം. പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇവിടെ ഒരു ജമാഅത്ത് നടന്നാൽ ആ ജമാഅത്തിന് ശേഷം എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് പോകുമ്പോൾ പ്രായമുള്ളവരെ കണ്ട് ഞങ്ങൾ നിസ്കരിക്കണത്, എണീറ്റ് സുന്നത്ത് നിസ്കരിക്കുന്ന കണ്ടിന അവർക്ക് തീരെ വയ്യ. അവരല്ലല്ലോ ശരിക്കും കൂടുതൽ സുന്നത്ത് നിസ്കരിക്കേണ്ടത് നമ്മളല്ലേ. അവർക്ക് തീരെ വയ്യ, എന്നിട്ട് അവർ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നമ്മളെ സുബീക്ക് വിളിക്കൽ ആരാ? നമ്മുടെ ഉമ്മയല്ലേ. ഉമ്മ എത്ര നേരത്തെ ഉണരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഉമ്മാനെ വിളിക്കും, ഒരു 3:30 4:00. നമ്മളെ അത്താഴത്തിനാരാ വിളിച്ചുണർത്തൽ? എത്ര കാലമായി ഇത് തുടരുന്നത്? നമുക്കൊന്ന് മാറണ്ടേ? നമുക്ക് നേരത്തൊന്ന് ഉണരണം. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു വാട്സപ്പ് വോയിസ് അയച്ചു. എനിക്കറിയില്ല ആ കുട്ടീനെ, എനിക്ക് നമ്പർ സേവും അല്ല. ആ കുട്ടി പറയാണ്, ചെറുപ്പക്കാരനാ, ഞാൻ ബദിരീങ്ങളുടെ പേരിൽ ഹത്ത് മോതാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹത്ത് മോദിയിട്ട് ബദിരീങ്ങൾക്ക് ഹദിയൽ പരിപാടിയല്ല. പിന്നെ ബദിരീങ്ങളിൽപ്പെട്ട 350+ ആൾക്കാരുണ്ടല്ലോ, അതിൽ ഓരോരാൾക്കും ഒരു ഹത്ത് മോതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 10 ഹത്തുമായി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുമ്മരിലാൻ നബി ബക്കരീൻ വാൻ ഉമർ എന്ന് തുടങ്ങുന്ന 10 ആളുണ്ടല്ലോ, ആ 10 ആൾക്ക് ഞാൻ ഓതിക്കഴിഞ്ഞു. വേറൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഏത് പള്ളിയിൽ നിന്ന് പള്ളി കണ്ടാൽ ഉടനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കും. അപ്പം അയാളോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ എഴുതി വെക്കണത്? അപ്പം അദ്ദേഹം പറയാം, അത് ഒന്നുമില്ല, ആദ്യം മടിച്ചു, നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറയണത്, അത് ആ പള്ളീൻ്റെ പേരെഴുതി വെക്കണത്. അതിൻ്റെ പേരെഴുതി വെക്കണത് അല്ലാതെ ഇപ്പം എന്താ നിസ്കരിച്ചത്? തഹിയ്യത്ത്. എന്താ സംഭവം ശരിക്കൊന്ന് പറയും. ഞാൻ ഉത്തരേന്ത്യയിൽ ഒരിക്കൽ സിയാറത്തിന് പോയപ്പോൾ ഒരു പള്ളിയിൽ കയറി. അപ്പോൾ ബാങ്കിൻ്റെ നേരമായപ്പോൾ ഒരാൾ വളരെ ധൃതി പിടിച്ച സ്പീഡിൽ വന്നിട്ട് അവിടുത്തെ മുഅദ്ദിനായ ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ ഇവിടുന്ന് ബാങ്ക് കൊടുത്തോട്ടെ എന്ന്. ആ കൊടുത്തോളി. ബാങ്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അയാളെ കൈപിടിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം കാണിക്കാനുള്ള കാരണം എന്തേ? അതെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്നല്ലേ. ബാങ്ക് കൊടുക്കുന്നവരാണ് ഈ ലോകത്ത് വലിയ ശ്രേഷ്ഠത ഉള്ളവർ എന്നല്ലേ. അത്വലുന്നാസി അയനാക്കൻ, ബാങ്ക് കൊടുക്കുന്നവർ ഇങ്ങനെ നോക്കും മനുഷ്യറിൽ. അതെന്താ വിചാരണക്ക് വിളിക്കാത്തത്? കുറേ സമയമല്ലോ. അത്രയും പവറാണ് ആഖിറത്തിൽ മുഅദ്ദിൻ ഉസ്താദിന്. കാരണം ബാങ്ക് കേൾക്കുന്ന മണ്ണ്, കല്ല്, മതില്, ചുമര്, വലാ മദറുൻ വലാ ഹജറുൻ, ഏത് കല്ലും ഏത് മരവും, വലാ ഷജറുൻ, ഏത് മരവും ബാങ്ക് കൊടുത്താക്ക് വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ സാക്ഷി വെക്കും. ഇയാൾ ബാങ്ക് കൊടുത്തതിന് നമ്മുടെ നാട്ടിൽ 2 കൊല്ലം മുഅദ്ദിനായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഉസ്താദല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എല്ലായ്പ്പോഴും ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ട് ഓരോ പള്ളി കയറിയിട്ട് ചോദിക്കും, ബാങ്ക് കൊടുത്തോട്ടെ. എന്തിന്? എൻ്റെ നാട്ടിലെ പള്ളീൻ്റെ ചുറ്റുവട്ടത്തുള്ള കല്ലും മരങ്ങളൊക്കെ എനിക്ക് ഏതായാലും സാക്ഷി വെക്കും. അവിടെ തന്നെ കൊടുത്തോണ്ടിരിക്കണ്ടല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവരോട് വെച്ച്, എത്ര പള്ളിയിൽ അങ്ങനെ കൊടുത്ത്? അങ്ങനെ കുറയൊന്നായിട്ടില്ല, എന്നാലും 3000 പള്ളി കഴിഞ്ഞു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ അത് ഉദ്ധരിച്ചിട്ട് കോട്ട് ചെയ്തിട്ട് പറയാം, ഞാൻ ആ സിയാറത്തിൽ അയാളെ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര സ്പാർക്കായിപ്പോയി. കാരണം ആഖിറത്തിലെത്തുമ്പോൾ എന്തെങ്കിലും വേണം എന്ന് കരുതിയിട്ടാണല്ലോ മൂപ്പരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ കിട്ടിയ ഒരു ഉത്തരമാണ്, ഏത് പള്ളി കണ്ടാലും ഉള്ളൊടുക്ക തഹിയ്യത്ത് നിസ്കരിക്കുക. എന്നാൽ പിന്നെ ആ പള്ളി നമുക്ക് സാക്ഷിക്കുമല്ലോ. അപ്പോൾ അവരോട് ചോദിച്ച്, എത്ര പള്ളി? അല്ല, ഞാൻ ഇപ്പോൾ അടുത്ത സിയാറത്ത് കഴിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാലും 800 പള്ളി കഴിഞ്ഞു തഹിയ്യത്ത് നിസ്കരിച്ചത്. നമുക്കെന്തെങ്കിലും ഉണ്ടോ കൂട്ടുകാരെ? ആഖിറത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ കഫംപുടൻ്റെ ഉള്ളിൽ വെക്കാൻ നമുക്കെന്തെങ്കിലും വേണ്ടേ? സ്വന്തമായിട്ട് വേണ്ടേ? വേണം.